ഈ അടുത്തൊരു ഇൻവെസ്റ്റർ ചോദിച്ചു, എനിക്ക് റീസെൻ്റ്ലി ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയുടെ പേരിൽ ഒരു ഫോളിയോ ഓപ്പൺ ചെയ്യുന്നത് നല്ലതാണോ ഇല്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഇത് 2005 ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് അവർ ഇൻവെസ്റ്റ് ചെയ്തത് കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. 2014-15 ആ സമയമാകുമ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു അവരുടെ ഫാമിലിയിൽ നിന്ന്. അതായത് എനിക്ക് ഹെൽപ്പ് വേണം, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ വേണം. അപ്പോൾ ഞാൻ ചെക്ക് എന്ത് പറ്റി ഇല്ല, കുട്ടിയുടെ മാരേജ് ആകുമ്പോൾ അപ്പോഴാണ് ഞാൻ ചെല്ലുന്നു, മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹസ്ബൻഡ് പാസ്. സോ വൈഫിന് മാത്രമേ അതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഫോർ യു 5 lakhs ബിക്കം 44 lakhs ആയിരുന്നു. ഷി വാസ് വെരി ഹാപ്പി, ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. എന്നെ മാരേജിന് ഇൻവൈറ്റ് ചെയ്യൂ. ദ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണ്. നമ്മൾ കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് അത്യാവശ്യം വന്നാൽ പോലും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കില്ല. ആ പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ഉയർച്ച താഴ്ചകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.